ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വർക്ക്ഷോപ്പിൽ ഇന്നത്തെ ജോസഫും രാജേട്ടനും അനിയൻകുട്ടനൊക്കെ കൂടിയിട്ട് വിക്രമിനെ ആക്രമിച്ച കാര്യം പറയുകയാണേ. അപ്പം അനിയൻകുട്ടൻ പറയുന്നുണ്ട്, അല്ല ഇനിയിപ്പോൾ തൽക്കാലത്തിന് കഷ്ടകാലത്തിന് നിങ്ങൾ മാലിട്ടും പോയാലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ജോസഫ് പറയും, അത് കാര്യമാക്കണ്ട, വിക്രം മാത്രമല്ലേ 41 ദിവസം വ്രതം എടുത്തിരിക്കുന്നത്, നമുക്ക് നാളെ തന്നെ പോയി മല ചവിട്ടി വരാം, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തന്നെ പണിയാം, അല്ലാതെ പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് എന്താ കാര്യം? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഇവർ വീണ്ടും ഇതിനെ തുടർന്നുകൊണ്ടിരിക്കൂലേ എന്നൊക്കെ ചോദിക്കാനായിട്ടോ രാജേട്ടൻ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കും, ഞാൻ എന്തായാലും ശ്രീനി സാറിനെ ഒന്ന് കാണട്ടെ. അത് ശരിയാ, ശ്രീനി സാർ എന്തെങ്കിലും മാർഗം പറയുന്നു രാജേട്ടനും പറഞ്ഞു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വേദയ്ക്ക് ഒരു വെളുത്ത സാരി കറുത്ത ബ്ലൗസും കൊടുക്കാനായിട്ടോ മുത്തശ്ശി അച്ഛമ്മ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ സാവിത്രമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് സാവിത്രമ്മ പറഞ്ഞത് മോള് പ്രാക്ടീസ് തുടങ്ങിയെന്ന്. അപ്പോൾ ഇത് വാങ്ങിച്ചു, അപ്പോൾ പിന്നെ മോൾക്ക് ദിവസം എടുത്തുകൊണ്ട് പോകാമല്ലോ എന്നൊക്കെ പറയാണ്ട്. മുത്തശ്ശിനെ അച്ഛമ്മ വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിളിക്കാറുണ്ട്. ഇനിയിപ്പോൾ അച്ഛമ്മ മുത്തശ്ശി ഇപ്പോഴൊന്നും നാട്ടിലേക്ക് ഇല്ല എന്നാണ് പറയുന്നത്. അതെ, എനിക്ക് എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു മുത്തശ്ശി. ഇപ്പോൾ മുത്തശ്ശി എന്നെ അങ്ങനെ വിളിക്കാനൊന്നും പറ്റാറില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ അതിനെന്താ വിഷമിക്കുന്നത്, ഇനി ഞാനുണ്ടല്ലോ മോൾക്ക് എന്ന് പറയും. എന്നിട്ട് ഒരു മാലയും കമ്മലൊക്കെ കൊടുക്കാൻ കേട്ടോ. ഗംഗാധരൻ്റെ പെണ്ണ് തന്നെ മാലയെ കൊണ്ടുപോയിട്ട് പറയുകയാണേ, അമ്മ ഇതൊന്നും കാണാറില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞിട്ട് ഓരോ പഞ്ചായത്തിലും ഓരോ മാള് വീതം ഉണ്ടെന്ന്. ആ ബോംബെക്കാരുടെ വിചാരേ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒന്നുമില്ല, അവരെ ബോംബെയാണ് ഏറ്റവും വലുതെന്ന എന്ന് പറയണം കേട്ടോ അച്ഛമ്മ. എന്നിട്ട് അച്ഛമ്മ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മോതിരം കൂടി ഒരു വേദയ്ക്ക് കൊടുക്കാണ്ട, ഇത് മോളിട്ടോ എന്ന് പറയും. അപ്പോൾ അയ്യോ ഇതൊന്നും വേണ്ട, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ ശ്രീജയ്ക്ക് ഒരു സാരി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ നന്ദിനിക്കും വാങ്ങിച്ചിട്ടുണ്ട് ഒരു സാരി, വാങ്ങണ്ടെന്ന് വിചാരിച്ചാണ്, പിന്നെ കണ്ണ് തട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയും. പിന്നെ അച്ഛനും മോനെ അടുപ്പിക്കാനുള്ള വഴിയൊക്കെ നമുക്ക് നോക്കാട്ടോ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശിയല്ല അച്ഛമ്മ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛനും മോനെ ഒരുമിച്ചാക്കാൻ വേണ്ടിയിട്ട് ചില വിദ്യകളൊക്കെ ഞാൻ പറഞ്ഞുതരാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ശ്രീനിവാസന് ഇത് വിവരം അറിഞ്ഞിട്ട് ശ്രീനിവാസൻ പറയാണ്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാകൂല, എന്തെങ്കിലും ചെയ്യണം എന്ന് പറയാണ് കേട്ടോ ശ്രീനിവാസൻ. അപ്പോൾ പുളിക്കൻ പറയുന്നുണ്ട്, അതിന് വിക്രസ്വാമിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണെ. അപ്പോൾ സുധ പറയുന്നുണ്ട്, വാസവൻ അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്, അയാളെ മോൻ വേദമായി വന്നിട്ടും അയാൾക്ക് വിക്രത്തിനോടുള്ള പകമൊന്നും തീർന്നിട്ടില്ല എന്ന് പറയും. അപ്പോൾ അതിന് തിരിച്ചടിക്കാനായിട്ട് വിക്രസ്വാമിക്ക് പറ്റൂലല്ലോ എന്ന് പുളിക്കൻ പറയുകയാണ്, കൈയും കാലം കെട്ടിയിട്ടിരിക്കുകയല്ലേ എന്ന് പറയും. അപ്പോൾ വിക്രം പറയാണ്, അതെ സ്വാമി ആയി മല ചവിട്ടാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ ആക്കിയിരിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയാൻ കേട്ടോ വിക്രം. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, നീ മാത്രമല്ലേ മാലയിട്ടിട്ടുള്ളൂ, ഞങ്ങളൊക്കെ കൂടെ ജീവനോടെ ഉണ്ടല്ലോ, നമുക്ക് തന്നെ തിരിച്ചടിക്കാമെന്ന് പറയുകയാണെ. അപ്പോൾ വിക്രം പറഞ്ഞു, അതൊന്നും വേണ്ട സാറേ, എന്തായാലും ഞാൻ പോയി വരട്ടെ എന്ന് പറയും. അപ്പോൾ സുധ പറഞ്ഞിട്ട്, പോയി വന്നിട്ടുണ്ടെങ്കിലും കാര്യമൊന്നുമില്ല, വിക്രമിനെ കൊണ്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് പറയും. അപ്പോൾ ശ്രീനിവാസൻ പറയും, അത് വിട്, അതിനെക്കുറിച്ച് ഇനി പറയാൻ നിൽക്കണ്ട, വേദന വിചാരം എൻ്റെ മരുമോനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിക്രത്തിനെ ഞാൻ കൂടെ നിർത്തിയിരിക്കുന്നതെന്നാണ്, അതിപ്പോൾ പറഞ്ഞ് തിരുത്താനൊന്നും പോകണ്ടെന്ന് പറയും. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് ഇനി പറയേണ്ട സാർ അതൊരു വശം പറഞ്ഞതല്ലേ, വേദന ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, വേണ്ട ഈ കാര്യം ഇനി വേദനയോട് സംസാരിക്കാൻ നിൽക്കണ്ട, എന്തായാലും ഈ മല ചവിട്ടാനായിട്ട് നോൻപെടുത്തതല്ലേ, നീ എന്തായാലും അത് ചെയ്തിട്ട് വായോ, അതിനി മുടക്കണ്ട, അതിൽ ഇനി മുടക്കൊന്നും വരുത്താൻ നിൽക്കണ്ട എന്ന് പറയാണ്. അപ്പോൾ വിക്രം ശരി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവരായൊരു സംസാരമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീജയും അതുപോലെ വേദയും കൂടിയിട്ട് ബാങ്ക് മാനേജറെ ചെന്ന് കാണാൻ കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, ഞങ്ങൾ കുറേ കടകളിലൊക്കെ ചെന്ന് കച്ചവടമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയും. നല്ല കാര്യം, പിന്നെ വീട്ടിൽ ഒരു ഷെഡ് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടും ശരിയാക്കി എടുത്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഇനിയിപ്പോൾ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇന്ന് തന്നെ ക്രെഡിറ്റ് ആവും എന്ന് പറയും. അപ്പോൾ ശ്രീജയ്ക്ക് ഭയങ്കര സന്തോഷമാവണ്ട അത് കേൾക്കുമ്പോൾ. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ ഇന്ന് തന്നെ ഇതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, അതാ ഒപ്പിട്ടോളാൻ പറഞ്ഞിട്ട് അത് കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഒപ്പിട്ടോ ശ്രീജയടുത്ത് എന്ന് പറയുമ്പോൾ ശ്രീജ പ്രാർത്ഥിച്ചിട്ട് ഒപ്പിടുകയാണ്. എന്നിട്ട് അയാൾ മാനേജർ പറയുന്നുണ്ട്, വലിയൊരു കമ്പനിയായിട്ട് നിങ്ങളുടെ സ്ഥാപനം മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞയക്കും കേട്ടോ. അതിനുശേഷം പുറത്ത് ചെല്ലുമ്പോൾ വേദ പറഞ്ഞിട്ട് ശ്രീജയടുത്ത് പോയിക്കോ, ഞാൻ ഓഫീസിലേക്കാന്ന് പറയുമ്പോഴേക്കും ശ്രീജ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേദന കെട്ടിപ്പിടിക്കുകയാണ്. എന്താ ശ്രീജ എടുത്ത് കാണിക്കുന്നത്, ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, ആര് കണ്ടാലും കുഴപ്പമില്ല, എനിക്കിത് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല, ഒരു ദരിദ്രവാസി പെണ്ണായിരുന്ന എനിക്കും ഒരു വിലയുണ്ടെന്ന് വേദ കാണിച്ചു തന്നല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയും, എന്താ ശ്രീജ എടുത്ത് ഇങ്ങനെയൊക്കെ എന്ന് പറയും.
എല്ലാം മോളെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വിലയുണ്ടായിരുന്നില്ല, എനിക്കൊരു സന്തോഷം ഉണ്ടായിട്ടില്ല. അത് നീ കാരണമാണ് ഇപ്പം എനിക്ക് എൻ്റെ കയ്യിലേക്ക് വന്നത്. ഈ ഒരു സ്നേഹം, ഈ നന്ദി ഞാൻ ഒരിക്കലും മറക്കൂല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ശ്രീചേട്ടത്തി, സ്വയം വിലയില്ല എന്നുള്ള തോന്നൽ തന്നെയാണ് ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ടത്. നമ്മളിലുള്ള കഴിയിൽ നമ്മൾ വിശ്വസിക്കണം. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ, എനിക്ക് ഈ ജീവിതത്തിൽ അങ്ങനെ സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ല. ആകെ മോള് ജനിച്ചപ്പോഴാണ് സന്തോഷം ഉണ്ടായത്, എനിക്കൊരു വിലയുണ്ടെന്ന് മനസ്സിലായത്. പക്ഷേ പിന്നീട് ആ ഒരു സന്തോഷം അധികം നാൾ നീണ്ടുനിന്നൊന്നുമില്ല. മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. ഇപ്പോഴാണ് വീണ്ടും എനിക്കൊരു സന്തോഷമൊക്കെ തോന്നി തുടങ്ങിയതെന്ന് പറയും. അപ്പോൾ വേദ പറയാൻ, ഇനി അങ്ങോട്ട് ഈ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. വലിയൊരു കമ്പനി ആയിട്ട് മാറിയിട്ട് അതിൽ MD ആയിട്ട് ശ്രീചേട്ടനെ ഞാൻ ഇരുത്തും, നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ദർശനും വേദയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. ദർശൻ ചോദിക്കുന്നുണ്ട്, വേദ ആ കേസിൻ്റെ പിന്നാലെ പോയിട്ട് വേണ്ടാന്ന് വെച്ചോ, അത് പിന്നെ അതിൻ്റെ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പറയും, എന്നെ വിക്രം എനങ്ങാൻ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ആ കേസുമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നും വീട്ടിൽ പോലും പറഞ്ഞു പോകരുതെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറയും കേട്ടോ. അതെന്താ അങ്ങനെയെന്ന് ചോദിക്കും. വിക്രം ഇപ്പോൾ ഒരു ത്യാഗിരെ പോലെയാണ് എന്ന് പറയും. വിനായകേട്ടനാണല്ലോ അതിൻ്റെ പിന്നിലൊക്കെ ചെയ്തത്, വിക്രമിന് അറിഞ്ഞൂടെ വിനായകനാണത് ചെയ്തത്? അതൊക്കെ അറിയാം. എന്താണ് അയാൾ പറഞ്ഞിട്ടുള്ളത് വിക്രമിനോട് എന്ന് ദർശൻ ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിനായകേട്ടനെ പഠിച്ച കള്ളനാ, ഞാൻ വിചാരിച്ച നന്ദിനിയടുത്തിയാണ് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന്. പക്ഷേ നന്ദിനിയടുത്ത് വെറും കുശുംബാസൂയം മാത്രമേ ഉള്ളൂ. പക്ഷേ വിനായകേട്ടൻ അങ്ങനെയല്ല. വിനായകേട്ടൻ അറിയാം ഏത് രീതിയിൽ എങ്ങനെയൊക്കെ ആൾക്കാരോട് പറയണം എന്നുള്ളത്. വിക്രത്തിനോട് പറഞ്ഞിരിക്കുന്നതേ, അച്ഛൻ ആ ബാഗ് പരിശോധിക്കുന്ന സമയത്ത് മയക്കുമരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വിക്രത്തിൻ്റേതാണെന്ന് കരുതാൻ വേണ്ടിയിട്ടാണ് വെച്ചതെന്ന്. പക്ഷേ നമ്മളോട് പറഞ്ഞപ്പോഴേക്കും അത് മാറിപ്പോയി. അപ്പോൾ ദർശനം പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, നമ്മളോട് ഇതല്ലല്ലോ പറഞ്ഞത്. അതെ, ഒരു നുണ കുറേ നാൾ മനസ്സിൽ കൊണ്ടുവന്നിട്ട് നടക്കാൻ പറ്റൂലല്ലോ, നമ്മളോട് പറഞ്ഞപ്പോൾ മാറിപ്പോയി എന്ന് പറയും കേട്ടോ. എന്തായാലും വിനായകേട്ടൻ തന്നെയാണ് ഇതിലെ പ്രധാന കണ്ണി എന്നുള്ള കാര്യം അറിയില്ല. പിന്നെ സ്കൂളിലൊന്നും അത് എത്തുമെന്ന് വിചാരിച്ചിട്ടല്ല അത് ചെയ്തതെന്നാണ് വിനായകേട്ടൻ ജയിലിൽ ചെന്ന് കണ്ട് വിക്രമിനോട് പറഞ്ഞത്. എന്തായാലും പുറത്തിറങ്ങുമ്പോൾ വിനായകേട്ടനാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം വിക്രമിന് അറിയാം. അതുകൊണ്ട് ജയിലിൽ കിടുമ്പോൾ തന്നെ ചെന്ന് മാപ്പും തെറ്റൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് വിക്രം അതിനെക്കുറിച്ചൊന്നും പറയാത്തതെന്ന് പറയും. അപ്പോൾ ഇനിയിപ്പോൾ വേദന തീരുമാനം എന്താണെന്ന് പറയും. ഞാനിപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല, എന്തായാലും വിക്രം മാലയിട്ട് ഇരിക്കല്ലേ, അപ്പോൾ മല ചവിട്ടി വരട്ടെ, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുള്ളൂ. വിക്രമനോട് കാല് പിടിച്ച് പറയുന്നത് പോലെ പറയാണ്, ഇത് ആരോടും പറയരുതെന്ന് പറയും. അങ്ങനെ ശരി എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ, വേദ ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് പറയും. എന്താ? വിക്രമിനെതിരെയുള്ള ആൾക്കാർ ശക്തിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെന്ത്, ആര് എന്ന് ചോദിക്കും കേട്ടോ. ശ്രീകാന്ത് വാസവിന് ഒരുമിച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ. ആണോ? ഞാൻ 2-3 സ്ഥലത്ത് അവർ തമ്മിൽ കണ്ടു എന്നുള്ള കാര്യം അറിഞ്ഞു എന്ന് പറയുകയാണ്. അങ്ങനെ ഉടനെ തന്നെ വേദ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് വേദനെ കാണുമ്പോൾ, ആഹാ, വായു ഇരിക്കി, എന്താ വന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഈ ഒരു കമ്പനി നിനക്കും കൂടെ അവകാശപ്പെട്ടാണല്ലോ അച്ഛൻ വില്ല് തയ്യാറാക്കിയപ്പോഴും ഈ കമ്പനി നിൻ്റെ പേരിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പൂർണ്ണ അവകാശം നീ തന്നെയാണ്. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും അച്ഛൻ അത് മാറ്റി എഴുതാനൊന്നും പോകുന്നില്ല എന്ന് നിനക്കറിയാലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം ഞാനിതിൻ്റെ അവകാശം പറയാൻ വന്നതാണെന്നാണോ ശ്രീയേട്ടൻ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെയൊന്നുമല്ല, ഞാനിത് വെറുതെ നടത്തിപ്പുകാരൻ മാത്രമാണെന്നേ ഉള്ളൂ, അല്ലാണ്ട് എനിക്കിതിൽ അവകാശമൊന്നുമില്ല എന്ന് ശ്രീകാന്ത് പറയും. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇപ്പോഴല്ല, ഇനി പിന്നീടാണെങ്കിലും ഞാനിതിൻ്റെ അവകാശമൊന്നും പറഞ്ഞു വരാൻ പോകുന്നില്ല, എനിക്കതിൽ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പുതിയ ബന്ധം സ്ഥാപിച്ചതറിഞ്ഞ് അതന്വേഷിക്കാൻ വന്നതാണ്. പുതിയ ബന്ധവും? എന്ത് ബന്ധം ഞാൻ ചോദിക്കും കേട്ടോ. അതൊക്കെ എനിക്കറിയാം ശ്രീയേട്ടാ, നിങ്ങൾ പുതിയ ബന്ധം സ്ഥാപിച്ചത് എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല. പക്ഷേ അത് വിക്രത്തിനെതിരെയാണെന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ടെന്ന് പറയട്ടോ. നീ എന്തേ പറയുന്നത്? എനിക്ക് യാതൊരു പങ്കുമില്ല. വിക്രം എനിക്കെതിരെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. വിക്രം എന്ത് പരാമർശം ഉന്നയിച്ചെന്നാണ് പറയുന്നത്? വിക്രം നിങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വേറെ ആൾക്കാർ വഴിയാണ് ഇതറിഞ്ഞത്. നിങ്ങളും വാസവനും തമ്മിൽ ചേർന്ന് പല കാര്യങ്ങളും തീരുമാനിക്കുന്നുണ്ടെന്നും നിങ്ങൾ വാസവനെ പല സ്ഥലത്തായി വെച്ച് കാണുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ഒന്ന് ഞെട്ടാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ വിഷയം, പക്ഷേ അത് വിക്രമിനെതിരെ ആയിരിക്കരുത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. വിക്രമിനെ ഞാൻ ഒരു വിധത്തിൽ നല്ല രീതിയിൽ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. മാലയിട്ട് മല ചവിട്ടി വരുന്നതോട് കൂടിയിട്ട് വിക്രമിൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ വിക്രമിനെ പൂർണ്ണമായി തെറ്റുകളിൽ നിന്ന് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ വിചാരിക്കുന്നത്. ദയവേത് ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് തൊഴു കൈയോടുകൂടി പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ആഹാ, അപ്പോൾ പാപമൊക്കെ കഴുകിക്കളഞ്ഞ് പുണ്യാളനാക്കാനായിട്ടുള്ള തീരുമാനമാണല്ലേ എന്ന് ചോദിക്കാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയമാണ്.
എനിക്ക് വിക്രമിനെ നല്ല രീതിയിലാക്കണം. വിക്രം ഇപ്പം തന്നെ നല്ലോണം മാറിക്കഴിഞ്ഞു എന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ ഞാനൊരാളായിട്ടും കൂട്ടുകൂടിയിട്ട് നിൻ്റെ ഭർത്താവിനെ എതിരെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നീ ഒരു കാര്യം ആലോചിച്ചോ, നീ എത്രയൊക്കെ മാല ഇടിച്ചാലും മല ചവിട്ടിയാലും അവൻ നേരെ ആവാൻ പോകുന്നില്ല. അവന് വേണ്ടിയിട്ട് ഏതോ ഒരു മൂലയ്ക്ക് ആരോ ഒരു കത്തി മൂർച്ച കൂട്ടിയിരിക്കുന്നുണ്ട്. ആ കത്തിക്ക് ഇരയാവാനാണ് അവൻ്റെ യോഗം എന്ന് പറയുകയാണെ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അങ്ങനെയാണ് യോഗം എന്നുണ്ടെങ്കിൽ ഞാനത് അനുഭവിച്ചോളാം. അതിന് വേണ്ടിയിട്ട് എനിക്ക് അതിനുശേഷം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് യാചിച്ചൊന്നും വരുന്നില്ല. ഇനി ഈ കസേരയിൽ വിക്രം ഇരിക്കുന്നു എന്ന് കരുതിയിട്ടാണ്, എൻ്റെ അവകാശത്തിൻ്റെ പേരിൽ വിക്രം ഇരിക്കുന്ന കരുതിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവകാശത്തിനും ഞാൻ വരുന്നില്ല. ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ വിക്രം ആരെങ്കിലും കത്തിക്കറിയായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അനുഭവിച്ചോളാം. പക്ഷേ അതിന് ശേഷവും ഈ കസേര തേടി ഞാൻ വരില്ല, അത് നിങ്ങൾ ഉറപ്പിച്ചോ. പക്ഷേ എൻ്റെ വിക്രത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇടയിലേക്ക് ഇതുപോലുള്ള കുരുട്ടുബുദ്ധിയുമായിട്ടും മറ്റുള്ളവരെ കുത്തിത്തിരിക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ വന്നു പോകരുത്. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വേദ അത് പറഞ്ഞു കണ്ടിട്ട് എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.